സനോജെ പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ടല്ലോ, വളരെ ലാഘവത്തോടെ ദേശീയഗാനം പാടിയാൽ മതി എന്നാണ് ഇപ്പോൾ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അല്ല, അതെല്ലാം വലിയ എതിർപ്പുകൾക്ക് ശേഷമാണല്ലോ ഈ തീരുമാനത്തിൽ ഈ വർത്തമാനത്തിലേക്ക് ഇപ്പോൾ വന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ഇറക്കിയിട്ടുള്ള ഉത്തരവ് നേരത്തെ നമ്മൾ കണ്ടു. അപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അതെല്ലാം ഗവർണറുടെ ഉത്തരവിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ അവിടുന്ന് ചില നിർദ്ദേശങ്ങൾ തരുമ്പോൾ അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗവർണറുടെ എല്ലാ നിർദ്ദേശങ്ങളും ഈ നിലയിൽ അംഗീകരിച്ച് പോവുകയാണെങ്കിൽ പിന്നെ നാളെ എന്തൊക്കെ ഇവിടെ കാണേണ്ടി വരും? അപ്പോൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ട് RSSന് സമ്പൂർണ്ണമായും കീഴടങ്ങിക്കൊണ്ടിരിക്കുന്ന നിരവധി അനുഭവങ്ങൾ ഈ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ ഉണ്ടായി. സത്യപ്രതിജ്ഞ ചെയ്യുന്ന സന്ദർഭത്തിൽ എന്തുകൊണ്ട് ആ ഘട്ടത്തിൽ അത് അറിയാൻ കഴിഞ്ഞില്ല? ആ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ടൊരു വിമർശനം ഉന്നയിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല? അപ്പോൾ കേന്ദ്രവുമായുള്ള എല്ലാ വിമർശനങ്ങളും അവസാനിപ്പിച്ച് ഞങ്ങൾ കേന്ദ്രവുമായി യുദ്ധത്തിനില്ല, ഗവർണറുമായി യുദ്ധത്തിനില്ല എന്ന് പരസ്യമായിട്ട് പറയുകയാണ്. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. ഇവിടെ നയപ്രഖ്യാപന പ്രസംഗം നമ്മൾ കണ്ടല്ലോ. കേന്ദ്രത്തിനെതിരായിട്ട് കമ എന്നൊരു അക്ഷരമുണ്ടോ? ബജറ്റിനകത്ത് നമ്മൾ കണ്ടില്ലേ, ബജറ്റ് മുഴുവൻ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കേന്ദ്രം കേരളത്തോടെല്ലാം സ്വീകരിക്കുന്ന BJP ഇതരമായ ഗവൺമെൻറ്റുകൾ സ്വീകരിക്കുന്ന ധനപരമായിട്ടുള്ള കാര്യത്തിനകത്തുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ? ഒരു വാക്ക് ഉന്നയിച്ചിട്ടില്ലല്ലോ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി ജോൺ ആദ്യം തന്നെ പറഞ്ഞു, സർവകലാശാല ഭരണവുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി ഏറ്റുമുട്ടാൻ ഞങ്ങളില്ല. എന്തിനാണ് ഗവർണറുമായി ഏറ്റുമുട്ടുന്നത്? എന്തിനായിരുന്നു ഗവർണറുമായി SFIയും നേരത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഏറ്റുമുട്ടിയത്? കേരളത്തിലെ സർവകലാശാലകളിൽ RSS കൊടുക്കുന്ന കുറിപ്പടി അനുസരിച്ചിട്ട് ആളുകളെ നിയമിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ആ കാര്യത്തിനകത്ത് ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വ്യക്തിപരമായ താല്പര്യത്തിലുള്ള ഏറ്റുമുട്ടലാണോ? രാഷ്ട്രീയമായ മറ്റെന്തെങ്കിലും താല്പര്യമാണോ? ഒന്നുമല്ലല്ലോ. കേരളത്തിലെ സർവകലാശാലയെ കീഴടക്കാൻ വേണ്ടിയിട്ട് RSS ഗവർണറെ പറഞ്ഞയച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏറ്റുമുട്ടലാണ്. ആ ഏറ്റുമുട്ടൽ ഞങ്ങൾ തുടരില്ല എന്ന ഏറ്റവും ആദ്യത്തെ പ്രഖ്യാപനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി ജോണിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പോൾ ഇവർ കൃത്യമായിട്ട് നേരത്തെ നിങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ 3 സീറ്റ് മാത്രമേ ഇവർക്കുള്ളുവെങ്കിലും കേരളത്തിൽ ഭരണം നടത്താൻ ഇവർ കഴിയുന്നു. നേരത്തെ കേരളത്തിലെ ഭരണപരമായ കാര്യങ്ങൾ ഗവർണർ പരസ്യമായി ഇടപെട്ടല്ലോ. ചില ഉദ്യോഗസ്ഥന്മാരെ നേരിട്ട് രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഗവർണർ നേരിട്ട് യോഗം നടത്തിയല്ലോ. എന്തേ അത് തെറ്റാണെന്ന് പറയാനുള്ള ധൈര്യം മുഖ്യമന്ത്രി കാണിക്കാതിരുന്നത്? ആരെക്കൊണ്ടൊരു കത്തങ്ങോട്ട് അയപ്പിച്ചു, മുഖ്യമന്ത്രി അതിനകത്ത് ഇടപെടണ്ടേ? നേരത്തെ ഇങ്ങനെ ഇടപെടൽ നടത്തിയപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ കൃത്യമായിട്ട് അതിനകത്ത് ഇടപെടൽ നടത്തിയിട്ട് ധൈര്യത്തോടു കൂടി പറഞ്ഞല്ലോ നിലപാട്. എന്തുകൊണ്ട് അത്തരം നിലപാട് പറയാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കഴിയുന്നില്ല? നിങ്ങൾ നോക്കി, ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ കണ്ടൊരു വാർത്ത, കാസർഗോഡ് ആ കിസ് മത്സരത്തിൻ്റെ വാർത്ത. ഞാൻ പെട്ടെന്ന് ധരിച്ചത് ഇത് മറ്റേതെങ്കിലും സംസ്ഥാനമായിരിക്കുമെന്നാണ് ഈ പറഞ്ഞു കേട്ടപ്പോൾ. പിന്നെയാണ് മനസ്സിലായത് ഇത് കേരളത്തിൽ തന്നെയാണെന്നാണ്. ഇപ്പോൾ ഗുജറാത്തിലെ അല്ലെങ്കിൽ BJP ഭരിക്കുന്ന RSSന് സ്വാധീനമുള്ള പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനെ കുറിച്ചെല്ലാം നമ്മൾ അത്ഭുതത്തോട് ആശ്ചര്യത്തോടു കൂടി നമ്മൾ നേരത്തെ കേട്ടിരുന്നു അല്ലേ? ഗുജറാത്ത് സംഭവമെല്ലാം നടന്ന പശ്ചാത്തലത്തിൽ നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ, പിന്നീട് ചരിത്ര പാഠപുസ്തകം എങ്ങനെയാണ് തിരുത്തുന്നതിനൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇപ്പോൾ ഇത് കേരളത്തിൽ UDF, കോൺഗ്രസ്, മുസ്ലിം ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയുള്ള നാട്ടിലാണ് സവർക്കറെ വീരപരിവേഷം അണിയിക്കുന്ന ചോദ്യം തയ്യാറാക്കിയിട്ട് അത് കുട്ടികൾക്ക് മത്സരത്തിനായി അയച്ചു കൊടുത്തത്. അപ്പോൾ അത് ഒരു വിവാദമാവുമ്പോൾ, വലിയ വിമർശനം വരുമ്പോൾ മാത്രം തിരുത്തുന്നു എന്ന് പറഞ്ഞാൽ ഇത് ആദ്യത്തെ സംഭവമല്ല, തുടർച്ചയായിട്ട് ഇതുണ്ടാവുകയല്ലേ. അപ്പോൾ ഇത് ആസൂത്രിതമായ നീക്കമല്ലേ? അപ്പോൾ തുടക്കം മുതൽ നിങ്ങൾ നോക്കിക്കോ, RSSൻ്റെ പല ആളുകളെയും പല സ്ഥാനത്തും നിയമിച്ചിട്ടുണ്ട് എന്ന് ആരാ പറഞ്ഞത്? KPCCയുടെ ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ വിളിച്ചു പറഞ്ഞല്ലോ, ഇതാ ഇന്നേ പോസ്റ്റിലേക്ക് RSSൻ്റെ വക്താക്കൾ ഇരുത്തിയിരിക്കുന്നു. KSUവിൻ്റെ നേതാക്കന്മാർ പറഞ്ഞല്ലോ, ഞങ്ങളല്ലോ ആദ്യം പറഞ്ഞത്. അപ്പോൾ ഭരണം തുടങ്ങിയതിന് ശേഷം 3 സീറ്റേ ഉള്ളുവെങ്കിലും കേരളം RSSന് ഇടപെടാൻ കഴിയുന്ന വിധത്തിൽ തന്ത്രപ്രധാനമായ പല സ്ഥലത്തും RSSൻ്റെ ആളുകളെ കൊണ്ടിരുത്തി. MG സർവകലാശാലയുടെ VC ആയിട്ട് ഇരുത്തിയത് ആരെയാണ്? കാർഷിക സർവകലാശാലയുടെ VC ആയിട്ട് ഇരുത്തിയത് ആരെയാണ്? അതിനകത്തെല്ലാം ഒരു ചെറു വിരലനക്കാൻ ഇവർ കഴിഞ്ഞോ? 18 ആളുകളെയല്ലേ സെനറ്റിലേക്ക് RSSൻ്റെ ലിസ്റ്റ് അനുസരിച്ച് നിയമനം നടത്തിയത്? 18 ആളുകളെ. എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞോ? ആ സന്ദർഭത്തിൽ അഭിപ്രായം പറയേണ്ടപ്പോഴാണ് പറയൂ ഞങ്ങൾ ഏറ്റുമുട്ടലില്ല, വന്ദേ മാതരമല്ല, എന്ത് പാടിക്കഴിഞ്ഞാൽ ഞങ്ങളൊന്നിനുമില്ല, ഗവർണർ എന്താണോ പറയുന്നത് അത് ഞങ്ങൾ അനുസരിച്ച് കൊള്ളാം എന്നാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെയാണ് പിന്നെ ഇവർ ഭരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആഭ്യന്തര പിന്നെ രാജീവ് ചന്ദ്രശേഖരനെ ഏൽപ്പിച്ചാൽ പോരെ? വിദ്യാഭ്യാസ വകുപ്പ് മറ്റാരെങ്കിലും ഏൽപ്പിച്ചാൽ പോരെ? അപ്പോൾ ഇത് അങ്ങേയറ്റം നാണക്കേടാണ്. കാരണം നിങ്ങൾ നോക്കിയേ, ഇപ്പം രാജ്യത്ത് തലസ്ഥാനത്ത് നടത്തിയ വലിയ സമരമുണ്ട്. ആ സമരത്തിൻ്റെ ഭാഗമായി അണിനിരന്ന പെൺകുട്ടികളെ എത്ര മോശമായിട്ടാണ് RSSൻ്റെ ഒരു വക്താവ് ഇവിടെ അവഹേളിച്ചത്. എന്തെങ്കിലും ഒരു ചെറുവിരൽ അനക്കാൻ ഇവർ കഴിഞ്ഞോ? ഇന്നിപ്പോൾ പേരിന് ഒരു റെയ്ഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അയച്ചിരിക്കുക ആളെ. യഥാർത്ഥത്തിൽ അന്ന് രാത്രി അയാളെ വീട്ടിൽ കയറി പിടിക്കേണ്ടതാ. TG മോഹൻദാസ് എന്ന് പറയുന്ന ഒരു വിഷജീവി അങ്ങേറ്റം വിഷമമിക്കുന്ന വാക്കുകൾ
പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യണമെന്ന് ആഹ്വാനം ഇതെല്ലാം ഈ കേരളത്തിൽ നടത്തിയിട്ട് എന്തെങ്കിലും ഒരു തട്ട് അയക്കുണ്ടായോ? കുറേ ദിവസം കഴിഞ്ഞ് സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ച നടത്തി, എന്തേ നിങ്ങൾ പിടിക്കാത്തെന്ന് ചോദ്യം ഉന്നയിച്ചപ്പോൾ മെല്ലെ ഒരു വണ്ടി പോലീസ് പോയിട്ട് ഒരു റെയ്ഡ് നാടകം നടത്തിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നില്ലേ? രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കി കൊടുത്തില്ലേ? തൂക്കിയെടുക്കണ്ടേ അയാൾ? RSSൻ്റെ ആളുകൾ ഇങ്ങനെ വിഷമിക്കുന്ന വാക്ക് പറഞ്ഞാൽ പിന്നെ ഈ കേരളത്തിൽ നിൽക്കാൻ കഴിയില്ല എന്നൊരു മെസ്സേജ് കൊടുക്കണ്ടേ? ആ മെസ്സേജ് കൊടുത്തിട്ടുണ്ടോ? അതെങ്ങനെ തൂക്കിയെടുക്കാൻ കഴിയും? കാരണം അന്ന് ദില്ലിയിലെ സമരത്തിന്റെ പേരിൽ കേസെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ, സമരം നടത്തിയവർക്കെതിരെ കേസെടുത്ത സംസ്ഥാനം കേരളമാണ്. ഈ VD സതീശൻ ഭരിക്കുന്ന, താങ്കൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ലീഗ് അടക്കം ഭരിക്കുന്ന ആ സംസ്ഥാനത്താണ്.